ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പ് ഞാനിട്ടത് ഡേ ഇൻ അവർ ലൈഫായിരുന്നു കേട്ടോ. ഒരു ദിവസം ഞങ്ങളുടെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊരു ഈവനിങ് ആണ് കാണിക്കുന്നത്. ഒരു ഉച്ചയ്ക്ക് ശേഷം ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. മക്കൾക്ക് ഞാൻ മക്കാനയും കുറച്ച് നട്ട്സും ന്യൂട്ടലൊക്കെയാണ് കൊടുത്തത്. വൈകുന്നേരം ഇപ്പോൾ റാഷി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നുള്ളത് റാഷിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലാണ് കേട്ടോ പോകുന്നുള്ളത്. ഇത് നമ്മൾ പോകുന്നുള്ളത് മുമ്പിലുള്ളൊരു മാളുണ്ട്. ഇതിന് കുറച്ച് നടക്കാനുള്ള ദൂരത്തിൽ തന്നെയാണ് ഇതുള്ളത്. ഹുറൈർ മാൾ എന്നാണ് കേട്ടോ ഇതിന് പേര്. ഞാൻ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തിയാൽ മതി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. സെയിന് പോകുന്നത് തന്നെ ഇങ്ങനത്തെ ടോയ്സിലേക്കാണ് കേട്ടോ. അതമാണെങ്കിലും കണ്ടിട്ട് ഓടി വരുന്നുണ്ട്. അവർക്ക് ഇങ്ങനത്തെ സൂപ്പർ പവേഴ്സ് എല്ലാം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എല്ലാം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിൻ്റെ പേരും അറിയാം, അതിങ്ങനെ നമുക്ക് കാണിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാളെന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെയും റാഷിൻ്റെ ഓഫീസിൻ്റെ ഒക്കെ തൊട്ടടുത്താണ്. മാളിൽ വരാനൊക്കെ എനിക്കും എല്ലാവരും പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കിങ്ങനെ എല്ലാം കണ്ട് നോക്കിയിട്ടൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ബാത്ത് ആൻഡ് ബ്യൂട്ടി, അവിടെയൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിൻ്റെ എല്ലാം അവിടെ ട്രൈ ചെയ്യാൻ വെച്ചതൊക്കെ നോക്കാനും അത് നല്ല നോക്കിയിട്ട് സെലക്ട് ചെയ്യാനെല്ലാം ഇഷ്ടമാണ്. എന്തായാലും നമ്മളിതാ നടന്ന് പോകുന്നുണ്ട്. ഇവിടെ പിന്നെ വീഡിയോ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള നിലക്ക് നമ്മളങ്ങനെ ആരും വരണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരണ്ടാന്ന് വിചാരിച്ച് കുറച്ച് കെയർ ചെയ്താണ് എടുക്കുന്നത്. എന്തായാലും പിന്നെ പിള്ളേരെ സെക്ഷനിലേക്ക് പോയിട്ട് ഷൂസൊക്കെ ആണെങ്കിലും എല്ലാം ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി അങ്ങനെ പർച്ചേസ് ചെയ്യുന്നില്ല, കാരണം ആവശ്യത്തിന് അവർക്ക് ഷൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. തൽക്കാലം എല്ലാം റാശി കൊണ്ടുവന്നതിന് ഒരുപാടുണ്ട്. അമേരിക്കയിൽ നിന്ന് റാശി കൊണ്ടുവന്നതിന് ഒരുപാടുണ്ട്. അപ്പോൾ അത് എല്ലാം ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെന്താ, നമ്മൾ കുഞ്ഞു ക്യൂട്ട് പേഴ്സ്, ചെറിയ പിള്ളേരതാണ് കേട്ടോ, പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അഫോർഡബിളാണ് കേട്ടോ, ഒരുവിധം എല്ലാം അഫോർഡബിളാണ്. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായത്. നമുക്ക് അത്യാവശ്യം വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് പ്രൈസും കാര്യങ്ങളൊക്കെ. ഭയങ്കര കോസ്റ്റ്ലി ഒന്നല്ല. ടീഷർട്ട് കാര്യങ്ങൾ, പിള്ളേർ ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം അഫോർഡബിളാണ്. കളക്ഷനും നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ മക്കളെ ഡ്രസ്സൊക്കെ നോക്കി വെക്കായിരുന്നു നല്ലതാണോ എന്നൊക്കെ ഉള്ളത്. ഇവിടെ നമ്മളിപ്പോൾ എല്ലാം പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ, സ്ഥലങ്ങളും ഷോപ്പുകളും. അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട്. ഇപ്പോൾ തൽക്കാലം അവർക്ക് ഇടാനുള്ള ഡ്രസ്സും ഷൂസും എല്ലാം ഉണ്ട്. പക്ഷെ കുഞ്ഞ് പ്രൈസിനൊരു ടീഷർട്ട് കണ്ടപ്പം സൈനിനെ നല്ലത് നോക്കാമെന്ന് വിചാരിച്ച്. സൈനിൻ്റെ സൈസിനേക്കാളും കുറച്ച് വലുതായിട്ടാണ് തോന്നിയത്. നമ്മൾ സൈസൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ടാവും കേട്ടോ. നോക്കിയപ്പം നല്ലതാന്ന് തോന്നി. പ്രൈസാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നല്ല അഫോർഡബിളാണ്. അത് കുറച്ച് വലിയ സൈസായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ഉള്ള ആൾക്കാർക്ക് അറിയാം ഈ ഭാഗത്തൊക്കെ. ഈ മാളിനകത്ത് കുറേ ഷോപ്പുകളുണ്ട്. നടന്നാലും കണ്ടാലും തീരത്തില്ല, അത്രയുണ്ട്. പിന്നെ മക്കളാണെങ്കിൽ ട്രെയിൻ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇരിക്കുക. ഇന്നിപ്പോൾ നമ്മൾ വേറെ കുറച്ച് പ്ലാനുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇതിലിരുന്ന് നടക്കുകയല്ലാന്ന് വിചാരിച്ച് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളോട്. അതല്ലാണ്ട് നാട്ടിലാണെങ്കിലും നമ്മൾ കുറേ ട്രെയിനിൻ്റെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും പിള്ളേർ ഇത് കണ്ടപ്പോൾ അവർക്ക് കൊതിയായി നമ്മൾ അടുത്തേൽ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നൊരു വേറെ പ്ലാനുണ്ട്, അത് വഴിയെ പറയാം, അല്ലെങ്കിൽ അതിന് ലേറ്റാവും. എന്തായാലും നമ്മൾ മുകളിലിപ്പോൾ പോകുന്നുള്ളത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ നമ്മൾ വെൻഡീസിൻ്റെ ഔട്ട്ലെറ്റ് കണ്ട. അമേരിക്കയിൽ ഞങ്ങൾ ഏകദേശം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് നഗറ്റ്സും കാര്യങ്ങളും ഇടുന്നെടുക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ കൂടെ ഞങ്ങൾ KFCയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. KFC ദുബായിൽ വന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമേരിക്കയിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അമേരിക്കയിൽ KFC കൊള്ളത്തില്ല. കുറേ ഔട്ട്ലെറ്റ്സിൽ ഞങ്ങൾ പോയിട്ട് കുറേ സ്റ്റേറ്റിൽ പോയിട്ട് ട്രൈ ചെയ്തതാണ്, അത്ര ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ദുബായിൽ ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഫുഡെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ് എടുത്തത്. പിന്നെ അവർക്കൊരു ഡ്രിങ്കും കിട്ടിയിട്ടുണ്ട്. അതൊരു കോംബോ ആയിട്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ടോയും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്രൈഡ് ചിക്കനാണ് എടുത്തത് KFCന്ന്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പെപ്സി ആണെങ്കിലും അതെ, KFCന്ന് വരുന്ന പെപ്സിക്ക് ഭയങ്കര ടേസ്റ്റാണെന്ന് കേട്ടത്. എന്തായാലും എല്ലാം എടുത്തിട്ടുണ്ട് ലൈറ്റായിട്ട്. നമ്മളിത് കഴിഞ്ഞ് ഡിന്നർ പിന്നെ കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മുകളിലേക്ക് വന്നാണ്. പിന്നെ നമ്മൾ താഴോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. ഇതൊരു കുഞ്ഞ് ഐസ്ക്രീമിൻ്റെ ഷോപ്പായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ. അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് അവരുടെ ആ ഒരു ആംബിയൻസ് നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്കൊരു പ്ലാൻ ഉണ്ടെന്ന്. ഞങ്ങൾ വന്നിട്ടുള്ളത് ദൃശ്യം മൂവി കാണാനായിട്ടാണ്. ദൃശ്യം 3 ഇറങ്ങിയിട്ടുണ്ട്. അപ്പം
2 ദിവസമായി ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ കാണാൻ വന്നിട്ട് ഉള്ളത് ദൃശ്യം 3. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മുമ്പേ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചൊരു മൂവിയാണ്. ഇറങ്ങാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് മൂവിക്കായിട്ട്. കുറച്ച് ടൈമും കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയമായപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ നമ്മൾ മുമ്പേ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ ഇത് ആകാംക്ഷക്കൊടവിൽ സിനിമ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ എടുത്ത് ഞങ്ങളുടെ, പിന്നെ ഫോൺ ഓഫ് ചെയ്തു. അപ്പോൾ പിള്ളേർ കംഫർട്ടായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ടിൻ്റെ അത്രയും എനിക്ക് ഭയങ്കര ട്വിസ്റ്റൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി നിങ്ങൾ പോയി കാണാം. എന്തായാലും നമ്മൾ മൂവി കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഹൾക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം മുമ്പ് റാശി ഇവിടെ വന്നപ്പോൾ വീഡിയോ ചെയ്യുന്നതും നമുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ അവർ വരുന്നതൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഇപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ റാശി അത് കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കണ്ട സാധനം ആണ്. അവർക്കറിയാം, ഹൾക്കിനെയൊക്കെ അറിയാം. അങ്ങനെ സെയിനും അതുപോലെ ആക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ മൂവി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പം പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം, ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് നടക്കണം. മൂവി കഴിഞ്ഞപ്പം കുറച്ച് ലേറ്റായി. ഞങ്ങൾ 7:30 ഷോക്കാണ് വന്നത്. അപ്പം കുറച്ച് അറിയാമല്ലോ, മൂവി കഴിഞ്ഞിറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ലേറ്റ് ആയാലും വൈബാണ്, ലൈവാണ്. ഞങ്ങളിപ്പം മാളിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിന് നേരെ മുമ്പിൽ തന്നെ ഒരു പാർക്കുണ്ട്, മുട്ടീന പാർക്ക്, അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്, അല്ലെങ്കിൽ മട്ടീന പാർക്ക്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷന് അറിയുന്നവർ കറക്റ്റ് ചെയ്യാൻ തന്നെ. എന്തായാലും MUTEATEEN അങ്ങനെയാണ്, മുട്ടീന അങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കുന്നത്. എന്തായാലും ആ പാർക്കിലൂടെയാണ് നടക്കുന്നുള്ളത്. ഇതിൽ ഈ പാർക്കിൽ വരുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക, നല്ല നമ്മൾ സൈക്ലിങ്ങിനാണെങ്കിലും നല്ല അടിപൊളി ഒരു പാർക്കാണ്. നല്ലൊരു വാക്കിങ്ങിനും എല്ലാം പറ്റിയൊരു പാർക്കാണ്. നമ്മൾ പിള്ളേരെയും കൊണ്ട് പിന്നെ സൈക്കിളും സ്കൂട്ടറൊക്കെ കൊണ്ട് വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ. അപ്പം രാത്രി കുറച്ച് ലേറ്റായി, പക്ഷെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൽ ഇത്ര കാണുന്നില്ലെങ്കിലും നിറച്ചും ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ജൗഹറത്ത് റെസ്റ്റോറൻറ്റിലേക്കാണ് ഷവർമ്മ കഴിക്കാനായിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ നല്ല ഷവർമ്മയാന്ന് കേട്ടതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും കഴിക്കാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ നല്ലതായിരുന്നു. മെനു നോക്കിയെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഷവർമ്മ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇരിക്കുന്ന സ്ഥലം നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ 4 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലം കിട്ടി. ആദ്യം തന്നെ സ്റ്റാർട്ടർ വന്നിട്ടോ. ഇതിൽ സാലഡും ഒരു ചിപ്സും പിന്നെ 2 സൂപ്പും. അത് ലെൻറ്റിൽ സൂപ്പാണ്, ദാലിൻ്റെ. എന്തായാലും നല്ലതായിരുന്നു. സ്റ്റാർട്ടർ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് കുറേ നമ്മൾ കഴിക്കുന്നത്, കുറേ കഴിക്കാത്തതും ഉണ്ട്. ഈ ഒരു പാർക്കിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട് റെസ്റ്റോറൻറ്റ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അറബിക് ഷവർമ്മേൻ്റെ പ്ലാറ്റർ ആയിരുന്നു കേട്ടോ. അതിൽ ഷവർമ്മ പിന്നെ ഫ്രൈസൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ആ ഒരു ആംബിയൻസൊക്കെ നല്ലതുണ്ട്. പക്ഷെ ഷവർമ്മ എനിക്കൊരു വാവായിട്ട് ഫീൽ ചെയ്തിട്ടാണ്. കാരണം അമേരിക്കയിലൊക്കെ അബൂമർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫേമസ് ഷവർമ്മ ഇതുണ്ട്. ഏകദേശം അതുപോലെ, അല്ലെങ്കിൽ അത്രയും എനിക്കൊരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടാണ്. എന്തായാലും നമ്മൾ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. എല്ലാം കഴിക്കാൻ പറ്റാത്തത് പാർസൽ ചെയ്തെടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു വൈകുന്നേരം വിശേഷം, വൈകുന്നേരം ടു നൈറ്റ് വരെയുള്ള വിശേഷം. ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിനെ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത്, ഞാൻ ഇതേ മാളിലേക്ക് ഇതിന് മുമ്പ് ഒരു ദിവസം എൻ്റെ ഉമ്മാൻ്റെ കസിൻ്റെ മോളൊക്കെ വന്നായിരുന്നു, സുമൈറാൻ ഇവിടെ അടുത്താണ്. അപ്പോൾ സുമൈറാൻ്റെ കൂടെ വന്നായിരുന്നു. അപ്പം മക്കൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മാളിലൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചത് കൊള്ളാണ്. ഫസ്റ്റ് ഈ മാളിലേക്ക് വന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രാത്രി ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. ഹോട്ടലിലാണ് കൊണ്ടുവന്ന മാലിക് റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ട് 2 ഫാമിലിയും വന്നിട്ട് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല നെയ്പ്പത്തിരി, പൊറോട്ട, ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ്, ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ഇത് 2 അവരുടെ ചെറിയ മക്കളാണ്. മൂത്ത മോൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ സെയിൻ്റെ അടുത്തിരുത്തിൻ്റെ ആളാണ്. സെയിൻ അതും പെട്ടെന്ന് കൂട്ടായി അവരോട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു, നല്ലൊരു ഫാമിലി മീറ്റ് പോലെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദുബായിൽ ഒരുപാട് ഫാമിലി ഉണ്ട് എനിക്ക്. അതാണ് ഏറ്റവും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു കാരണം. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സും ഉണ്ട് ദുബായിൽ. എന്തായാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.